ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ അടുക്ക് അതിനെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2-3 മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റും ചില്ലി പേസ്റ്റും കൂടി ചേർക്കാം. ചില്ലി പേസ്റ്റ് നിങ്ങൾക്ക് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇതും കൂടി നന്നായിട്ട് മിക്സാക്കി ഒന്ന് ചെറിയതായിട്ട് ആ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അളവിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ചേർക്കേണ്ടത്. ഞാൻ ചിക്കൻ ഉപ്പും കുരുമുളകും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ട് അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അതിന് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറ് വേണം. അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ, 1 മുട്ട, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഈ ബാറ്റർ ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കാം എന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം ഒരു ഫ്രൈ പാനാണ് വേണ്ടത്. അതൊന്ന് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ തടവി കൊടുക്കുക. നമുക്ക് ഒരു തവി ബാറ്റർ ഇതേപോലെ ദോശ ചുടുന്ന രീതിയിൽ ചുട്ടെടുക്കണം. അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ആ ഉണ്ടാക്കി വെച്ച മസാല ഇതേപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മടക്കി കൊടുക്കണം. ഇതേപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. ഇനി അതിന് ശേഷം നമുക്ക് ആ ഒരു സൈഡ് കൂടി ഇതേപോലെ ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് നമുക്ക് ആ ഒരു സൈഡും ഒന്ന് ഡ്രൈ ആയി കിട്ടുന്ന സമയത്ത് ആ സൈഡ് മസാല വെച്ചിട്ട് ഒന്ന് തിരിച്ച് മടക്കി കൊടുക്കണം. അങ്ങനെ ഇതുപോലെ ഒരു 4-5 ലെയർ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കണം. കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒന്ന് പൊട്ടിപ്പോകും. ഞാൻ തന്നെ ഫസ്റ്റ് ചെയ്ത സമയത്ത് സൈഡൊക്കെ പൊട്ടുന്നുണ്ട്. രണ്ടാമത് ചെയ്തതാണ് പെർഫെക്റ്റായിട്ട് കിട്ടിയത്. പക്ഷേ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മുറിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.